ഹര ഹര മഹാദേവ്. ഇത് പരമശിവന്റെ പഞ്ചകേദാര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് തുംഗനാഥ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ മുഖ്യമഠ് എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രദേശത്തിന് സമീപമാണ് ഈ ക്ഷേത്രം. തുംഗനാഥ് മഞ്ഞ് മലകളാൽ നിറഞ്ഞ വളരെ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ തുംഗനാഥ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിന് സമീപത്തെ ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ പകർത്തിയിരിക്കുന്നത്. ഞങ്ങൾ കയറി വന്ന വഴിയും ഒന്നും കാണാനില്ല. എത്ര പകർത്തിയായാലും മതി വരാത്ത കാഴ്ചയാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് മഞ്ഞിങ്ങനെ ഓരോ നിമിഷവും താഴേക്ക് ഇറങ്ങി വന്ന് ഭൂമിയുമായി ഒത്തുചേർന്ന് ലയിച്ചു ചേരുന്ന ആ കാഴ്ച വളരെ മനോഹരമാണ്. ഇത് ഛത്രപതി ശിവജിയുടെ രൂപം ആലേഖനം ചെയ്ത ഒരു കുടിയാണ്. ഇവിടെ അടുത്ത ഒരു ക്ഷേത്രത്തിൽ ഉയർത്തിയിരിക്കുന്നതാണ് ഇത്. അങ്ങനെ ദേശീയതയും ദേശസ്നേഹവും ഒക്കെ ഉണർത്തുന്ന തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഇത് ക്ഷേത്രത്തിലെ മറ്റൊരു ദൃശ്യമാണ്. അത് ഏറ്റവും മുകളിൽ ഇത് ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാറകൾക്ക് മുകളിൽ, മരകൾക്ക് മുകളിൽ. സമുദ്രനിരപ്പിൽ നിന്നും 3860 മീറ്റർ, 12,800 ചില്ലുവാനം അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുംഗനാഥ ക്ഷേത്രമാണ്. പുറകിൽ തുംഗനാഥ ക്ഷേത്രമുണ്ട്. പക്ഷേ മൂടൽ മഞ്ഞുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. എന്തായാലും ഞാൻ ദർശനം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി. അതായത് മുകളിൽ കാണുന്നതാണ് തുംഗനാഥ ക്ഷേത്രം. അവിടെ ദർശനം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങ് താഴേക്ക് ഇറങ്ങിയത്. ഡിഗ്രി കാഴ്ചകൾ കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുറ്റമാണ്. മറ്റു പലയിടത്തും നമുക്ക് ഇത്രമാത്രം മനോഹരമായിട്ട് പ്രകൃതിയുടെ 360 ഡിഗ്രി കാഴ്ചകൾ കാണാൻ കഴിയില്ല. മാത്രമല്ല ഇവിടെ സൂര്യോദയം കാണാനും നിത്യവും ധാരാളം യാത്രികരെത്തുന്നുണ്ട്. അത്ര നേരത്തെ പലരും ഇവിടെ എത്തി ഇവിടുത്തെ മനോഹരമായ സൂര്യോദയം കാണാൻ വരുന്നുണ്ട്. അത്ര ഈ 360 ഡിഗ്രി നമ്മൾ നിന്ന് കറങ്ങിയാൽ ആ സൂര്യോദയം കാണാൻ കഴിയും. ഞാൻ ഇറങ്ങി വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച ഞാനൊന്ന് ചിത്രീകരിച്ചതാണ്. തൊട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ട്. അവിടെ ഒരു സന്യാസി ഇരിപ്പുണ്ട്. എൻ്റെ മുന്നിൽ കൂടി വന്ന ഒരു പെൺകുട്ടിയും ഒരു യുവാവും യുവതിയും. അതിൽ യുവതിയെ അവിടെ താഴെ നിർത്തിയിട്ട് പെട്ടെന്ന് ഈ യുവാവ് മുകളിലേക്ക്, ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് ഓടിക്കയറിപ്പോയി. ഞാൻ വെറുതെ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഒന്ന് പകർത്തി. അപ്പോൾ താഴെ ഇതായി പെൺകുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കൂടെ വന്ന യുവാവാണ് അവിടെ നിൽക്കുന്നത്. അയാൾ ആ സന്യാസിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. പുകയ്ക്കുകയാണോ കഴിക്കുകയാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഞാൻ വളരെ രഹസ്യമായിട്ടാണ് ചിത്രീകരിച്ചത്. അത്ര ഒരുപക്ഷെ ചിത്രീകരണം കണ്ടു കഴിഞ്ഞാൽ ആ സന്യാസിയോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനോ ആ യുവാവോ പ്രകോപിതരാവുകയും എന്നെ ആക്രമിക്കുകയോ എന്നുള്ള ഭയവുമുണ്ട്. എന്തായാലും അയാൾ എന്തോ ഒന്ന് സൂം ചെയ്ത് ഞാൻ നോക്കി. പക്ഷേ പെട്ടെന്ന് അയാൾ എന്നെ കണ്ടതുപോലെ തോന്നി. ഞാൻ ആരെങ്കിലും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടോ, പെട്ടെന്ന് ഞാൻ ക്യാമറ മാറ്റി. എന്തായാലും എന്തോ ഒരു ലഹരി ഉൽപ്പന്നമോ ലഹരി വസ്തു ആയിരിക്കും. വളരെ രഹസ്യമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് കാശും എന്തൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും അതൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി എടുത്തതാണ്. നമുക്ക് അതൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ചിത്രീകരിക്കാത്തത്. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. മനോഹരമാണ് ഈ പ്രകൃതി ദൃശ്യം. ഏറ്റവും സുന്ദരമാണ് ഈ പ്രകൃതി ദൃശ്യം. ആൾക്കാർ പലരും, തീർത്ഥാടകർ പലരും തുംഗനാഥ ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്നത് നമുക്ക് കാണാം. കുതിരപ്പുറത്ത് നിന്നുള്ള ഇറക്കമാണ്. തീർച്ചയായിട്ടും കുതിരപ്പുറത്തു നിന്നുള്ള തിരിച്ചുള്ള ഇറക്കം വളരെ ഗുരുതരമാണ്. കയറി പോകുമ്പോഴല്ല തിരിച്ചിറങ്ങുന്നത്. ചിത്രീകരിക്കാൻ കഴിയില്ല. ക്യാമറ കൊണ്ട്
കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം കുതിര ഇങ്ങനെ കിഴുക്കാൻ തൂക്കായ കരിങ്കൽ പാതയിലൂടെയാണ് ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. വളരെ പതുക്കെയുമല്ല, വളരെ വേഗത്തിലാണ് ആ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് ക്യാമറ കയ്യിൽ പിടിച്ച് ഷേക്ക് വരാതെ ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. എങ്കിലും അത് ഞാൻ അത്യാവശ്യം വളരെ മനോഹരമായ ദൃശ്യങ്ങളായതുകൊണ്ട് ഞാൻ വളരെ റിസ്ക് എടുത്ത് ക്യാമറ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ച കാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കാതെ ഷേക്കോടുകൂടി കാണേണ്ടി വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തായാലും വളരെ മനോഹരമായ ദൃശ്യമായതുകൊണ്ട് അത് ഒപ്പിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടും, കാരണം മനസ്സ് ബുദ്ധിമുട്ടാണ്, കുതിരപ്പുറത്താണ് എന്നൊക്കെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഇത് ചിത്രീകരിക്കാൻ വളരെ മനോഹരമായതുകൊണ്ട് ഞാൻ ചിത്രീകരിക്കുന്നതാണ്. എന്തായാലും ഞങ്ങൾ ഏകദേശം രാവിലെ കയറിയ യാത്ര 1.5 മണിക്കൂർ, കുതിരപ്പുറത്താകുമ്പോൾ ഏകദേശം 1.5-1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അത് തുംഗനാഥ് ക്ഷേത്രത്തിന്റെ മുകളിൽ എത്താൻ കഴിയും. വളരെ നദികളുടെ ഒന്നും സാന്നിധ്യമില്ലാത്ത ഒരു ശിവക്ഷേത്രമാണ്. അതാണ് തുംഗനാഥിന്റെ ഒരു പ്രത്യേകത. പിന്നെ 6 മാസം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജ ഉള്ളത്. 6 മാസം മഞ്ഞ് കൊണ്ട് മൂടി ക്ഷേത്രം തന്നെ കാണാൻ കഴിയാത്ത തരത്തിൽ മൊത്തം മഞ്ഞ് മൂടുന്ന ഒരു കാഴ്ച. ഇത് പ്രത്യേകിച്ച് ആൾക്കാർ നടന്നു പോകുന്നവർ അവര് കുറുക്ക് വഴികളിൽ കൂടി പിന്നെ ഈ കയറ്റം കുറയ്ക്കാൻ വേണ്ടി കയറി പോകുന്ന, നമ്മൾ കുറച്ച് ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു, അവർ കുറുക്ക് വഴികളിൽ കൂടി കയറി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 6 മാസം മാത്രമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ട തുംഗനാഥ് ക്ഷേത്രത്തിലെ പൂജ ഉള്ളത്. 6 മാസം അതികഠിനമായ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് അവിടെ എത്തി പൂജ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഉക്കിമട്ടിലേക്ക് പോകും വഴിയുള്ള ദഗ്ഗൽബിദ എന്ന സ്ഥലത്തിനടുത്തുള്ള തുംഗനാഥിൽ നിന്നും 19 കിലോമീറ്റർ മൈൽ അകലെ ആണ് ഈ പ്രദേശം. അവിടെ വെച്ചാണ് ഈ ദഗ്ഗൽബിദ എന്ന സ്ഥലത്ത് വെച്ചാണ് പിന്നെ പൂജകൾ നടത്തുന്നത്. 6 മാസം ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രതിഷ്ഠ, സാങ്കല്പിക ബിംബം കൊണ്ടുവന്ന് അവിടെ പൂജ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്ര വെറും 6 മാസം മാത്രമാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്നതും 6 മാസമാണ്. അല്ലാത്ത സമയത്ത് വളരെ ഇപ്പം തന്നെ മഞ്ഞ് ഇങ്ങനെ നമ്മളുമായിട്ട് ലയിച്ച് നമ്മുടെ തറയുമായി ലയിച്ച് ചേർന്നിരിക്കുന്ന സമയമാണ്. അതേസമയം 6 മാസക്കാലം അങ്ങനെയല്ല. വളരെ മഞ്ഞുമൂടി കിടക്കുന്ന, ഈ പാതകളിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ പോലും മഞ്ഞുമൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് അത് കഴിയുന്നത്. നടക്കണോ? അല്ല, ഇനി 2 കൂടുതൽ വരും.
हाय हाथ ऊपर कीजिए, ऐसे मत करो, हाथ ऊपर कीजिए, हैंड्स अप, हाथ थोड़ा हैंड्स अप, रुकिए रुकिए उसको जाने दीजिए, हर हर महादेव, हर हर महादेव। उसको जाने दीजिए, पैर ऐसे नहीं, ऐसे ये ऐसे नहीं, ചോപ്ത എന്ന ചെറു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഈ മടക്കയാത്ര. കാരണം അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര തുടങ്ങിയത്, തുംഗനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഉഖിമട്ടിൽ നിന്നും ഗോവേശ്വർ പാതയിൽ, ഗോപേശ്വരത്തേക്ക് പോകുന്ന പാതയിലാണ് ഈ ഗോപ്ത എന്ന ഗ്രാമമുള്ളത്. അവിടെ വന്നിട്ടാണ് നമ്മൾ പിന്നെ കുതിരപ്പുറത്ത് വരാം, അല്ലാതെ നടന്ന് കയറാം. നടന്ന് കയറുന്നെങ്കിൽ നമുക്ക് 4 മണിക്കൂറോളം വേണ്ടി വരും. എന്നാൽ കുതിരപ്പുറത്താകുമ്പോൾ അതൊരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് തന്നെ എത്താൻ കഴിയും. നമുക്ക് മറ്റ് പല യാത്രകളും കൂടി ഇനി സംഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്, നമ്മുടെ ഷെഡ്യൂൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ചോപ്ത ഗ്രാമം നിശ്ചലമാണ്. ഈ തീർത്ഥാടകരുടെ വാഹനങ്ങൾ മാത്രമാണുള്ളത്. കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ഈ ചോപ്ത ഗ്രാമത്തിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ബന്ദാണ്. എന്തോ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ബന്ദാണ് അവിടെ നടക്കുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.